എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് ഞാൻ എങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കി എന്നുള്ളതാണ്. എൻ്റെ അല്ല, എൻ്റെ പേരൻസിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഞാൻ പുതുക്കിയത്. അപ്പം എൻ്റെ പേരൻസിൻ്റെ രണ്ടുപേരുടെയും പേര് ഈ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡിലുണ്ട്. രണ്ടുപേരുടെ പേരിലാണ് ഈ കാർഡുള്ളത്. അപ്പം ഞാനിതെങ്ങനെ പുതുക്കിയത്, ഇതിന് എന്തൊക്കെ രേഖകളാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് എന്ന വിവരം ആണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കാനായിട്ട് നമ്മൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയാൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ. നമ്മൾ അഡ്മിറ്റ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്കിതവിടെ പുതുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുതുക്കാനായിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കരുതേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒന്ന് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ്, ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ ഈ ആരോഗ്യ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ മൊബൈലിലേക്ക് പോകുന്ന OTP പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനവുമായിട്ട് വേണം നമ്മൾ ചെല്ലാൻ. ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ആ മൊബൈൽ കരുതുക. ഏറ്റവും എളുപ്പമുള്ളൊരു പരിപാടിയാണത്. നമ്മൾ അവിടെ സിസ്റ്റത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ OTP പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മൾക്ക് ടോക്കൺ കിട്ടി നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഈ മൊബൈൽ നമ്പർ ആരാണോ യൂസ് ചെയ്യുന്നത് അവരെ ഫോണിൽ വിളിച്ച് ലൈനിലിരുത്തി നമ്മൾ ഈ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് പോകുന്ന OTP പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പരിപാടികളൊക്കെ എളുപ്പമാവും. അപ്പം ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം നമ്മൾ വാർഡിലുള്ള നഴ്സുമാരോടോ ഡോക്ടർമാരോടോ ചോദിച്ചാൽ ഇൻഷുറൻസിൻ്റെ ഓഫീസ് എവിടെയാണെന്ന് അവർ പറഞ്ഞു തരും. അവിടെ നമ്മൾ രാവിലെ 8 മണിക്ക് ചെല്ലുക. 8 മണിക്കോ അതല്ല എങ്കിൽ തിരക്കൊഴിഞ്ഞ് ഏത് സമയത്തും ചെന്നാൽ അവർ പറഞ്ഞു തരും ഇതെന്താ ചെയ്യേണ്ടത്. അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇത് വെച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ തിരക്കൊഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ എളുപ്പം രാവിലെയാണ് നമുക്കിത് പുതുക്കാൻ പറ്റുള്ളൂ. അതായത് 8 മണി തൊട്ട് അവർ ടോക്കൺ കൊടുക്കാൻ തുടങ്ങും. ആ ടോക്കൺ പ്രകാരം മാത്രമാണ് നമ്മൾ വീണ്ടും ക്യൂ നിൽക്കുക. ടോക്കൺ അവർ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് നമുക്കിത് ഈ രേഖകളുമായിട്ട് ചെന്ന് സിസ്റ്റത്തിൽ അവരത് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രൊസീജിയറാണ് ഈ OTP കൂടി പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഇവർക്കത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും നമുക്കും ഇത്രയും ചെയ്തുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പലർക്കും പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഏത് മൊബൈൽ നമ്പറാണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ ഇന്നൊക്കെ പലരുടെ സിം കാർഡ് പോലും ഉപയോഗിക്കാത്ത ഒരു രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേറൊരു സൊല്യൂഷനും അവിടെയുണ്ട്. ഇൻ കേസ് നമുക്ക് ഈ മൊബൈൽ നമ്പർ കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുമോ, അല്ല നമുക്കിത് ഈ സിം കാർഡ് ഇപ്പോൾ ആക്റ്റീവ് അല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പേരൻസിൻ്റെ 2 പേരുടെയും പേര് ഈ ഇൻഷുറൻസ് കാർഡിലുണ്ട്. അപ്പോൾ അതിലൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്ന ഒരാൾക്കല്ല, ഒരാളാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് കാർഡ് ആക്റ്റീവ് ആകും. 2 പേരും ഇതിന് അർഹരാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ കാർഡ് കൊണ്ടുപോവുക. ഈ പറഞ്ഞ രേഖകളെല്ലാം ഇട്ട് പോവുക. രാവിലെ 8 മണിക്ക് തന്നെ അവിടെ ചെന്ന് ക്യൂ നിന്ന് നമ്മുടെ ടോക്കൺ നമ്മൾ മേടിക്കുക. ടോക്കണിലെ നമ്പർ പ്രകാരം അവർ വിളിക്കും. വിളിക്കുന്ന സമയത്ത് നമ്മളവിടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പോവുക. OTP പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തവർ, അവിടെ വേറെയുള്ളൊരു സംവിധാനം എന്ന് പറയുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മളപ്പോൾ ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ പോകുന്ന സമയത്ത് അവർക്ക് അവിടെ എത്തിച്ചേർന്ന് ഈ പഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മൊബൈലിൽ OTP പറഞ്ഞു കൊടുക്കാതെ തന്നെ ഈ പഞ്ചിങ് സിസ്റ്റത്തിലൂടെ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് കിടപ്പാണ്, അവർക്ക് ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റില്ല, ICU ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് നടന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല എങ്കിൽ അവർ ഒരു പർട്ടിക്കുലർ ടൈമിൽ അവർ വന്ന് അവരുടെ വേറൊരു ഓഫീസുണ്ട്, അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ആൾ വന്ന് ഈ പഞ്ച് ചെയ്ത് ഇത് ക്ലിയർ ചെയ്ത് തരും. ഇതാണ് അവരുടെ സിസ്റ്റം. ഇനി ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. ഇന്ന് അങ്ങനെ ആയിക്കൊള്ളുന്ന, അത് ഇതേപോലെ ആയിക്കൊള്ളുന്നില്ല, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം. എങ്കിലും അറ്റ്ലീസ്റ്റ് ഈ രേഖകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതവിടെ പുതുക്കാൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പ്. വേണ്ട രേഖകൾ ഇതാണ്: ആധാർ കാർഡ്, ഇൻഷുറൻസ് കാർഡ്, റേഷൻ കാർഡ് പ്ലസ് മൊബൈലിൽ വരുന്ന OTP പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം. ഇനി നമ്മളിത് പുതുക്കി കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഈ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ പുതുക്കി നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അഡ്മിറ്റ് ആയാൽ മാത്രമേ നമുക്കിതവിടെ പുതുക്കാൻ പറ്റുള്ളൂ. അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും നമ്മളിപ്പോൾ 1 ദിവസമോ 2 ദിവസം കൊണ്ടൊക്കെ നമ്മൾ ഡിസ്ചാർജ് ആയി പോരുവാണെങ്കിൽ നമുക്ക് ഇത് എത്രത്തോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ മാക്സിമം ചെല്ലുന്ന അന്ന് തന്നെ ഈ കാര്യങ്ങളുടെ പിറകെ നടന്നാൽ തീർച്ചയായിട്ടും നമുക്കിത് പുതുക്കി തിരിച്ചു
പോരാനും വേറൊരു അവസരത്തിൽ നമുക്കിത് ഉപയോഗപ്രദമാക്കാനും സാധിക്കും എന്നുള്ളത് 100% ഉറപ്പ്. എന്തുകൊണ്ട് നമുക്ക് ചില സമയങ്ങളിൽ, അതായത് ഞങ്ങൾ 5 ദിവസം അവിടെ കിടന്നിട്ട് പോരുന്ന സമയത്തും ഈ ഇൻഷുറൻസ് കാർഡ് പുതുക്കി കിട്ടിയതല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇതിലുള്ള ഈ ആനുകൂല്യങ്ങൾ കിട്ടാനോ, അതായത് ഇപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്തു, എക്സ്റേ എടുത്തു, ECG ചെയ്തു, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, മെഡിസിൻസ്, ഇതൊന്നും നമ്മൾക്ക് അതിൻ്റെ അണ്ടറിൽ നമുക്ക് കിട്ടിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻഷുറൻസ് കാർഡ് പുതുക്കി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ചാർജ് എഴുതിയായിരുന്നു ഓൾറെഡി. അതായത് ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് എനിക്ക് ഈ ഇൻഷുറൻസ് കാർഡ് പുതുക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഡോക്ടർ നിങ്ങൾ നാളെ ഡിസ്ചാർജ് ആകും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിത് പുതുക്കി കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ നഴ്സുമാരുടെ അടുത്ത് പോയി പറഞ്ഞു, ഞാനൊന്ന് ഇത് ചെയ്തോട്ടെ, ഇത് ചെയ്യണമെങ്കിൽ അപ്പം നമുക്ക് ഈ ഇൻഷുറൻസ് കാർഡ് പുതുക്കി കിട്ടിയാൽ പോലും നമുക്ക് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സിസ്റ്റം, അതായത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന വാർഡിലെ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ഒരു ഫോമുണ്ട്, അത് പൂരിപ്പിച്ച് വാങ്ങി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോയി പ്ലസ്, അതായത് ഈ ഡോക്ടർ പൂരിപ്പിച്ച് തന്ന ഫോമും നമ്മുടെ കേസ് ഷീറ്റും, അതായത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കേസ് ഷീറ്റും ആയിട്ട് നമ്മൾ ഈ പറയുന്ന ആധാർ കാർഡിൻ്റെ ഇൻഷുറൻസിൻ്റെ കാർഡും ആയിട്ട് നമ്മൾ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം അവിടെ രജിസ്റ്റർ ചെയ്യാനും നമ്മുടെ കേസ് ഷീറ്റിൽ ഇവരത് പതിപ്പിച്ച് തരാനും ഉള്ള സംവിധാനങ്ങളുണ്ട്. ഈ പതിപ്പിച്ച് കിട്ടി നമ്മുടെ വാർഡിൽ കൊണ്ടുപോയി കൊടുത്താൽ മാത്രമേ മുന്നോട്ടുള്ള ഇൻഷുറൻസിൻ്റെ അണ്ടറിൽ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റുകൾ, അതായത് മെഡിസിൻസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, കൂടുതലും നമുക്ക് സ്കാനിങ്, അങ്ങനെ നമുക്ക് പൈസ ചിലവ് വരുന്ന കേസുകൾക്കെല്ലാം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെഡിസിൻസ് ആണ് നമുക്കിപ്പോൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് നമുക്ക് വാങ്ങുന്ന മെഡിസിൻസ് പോലും നമുക്ക് 7 ദിവസത്തേക്കുള്ള മെഡിസിൻസേ നമുക്ക് അതിൽ കിട്ടുള്ളൂ. അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ പോലും നമുക്ക് അവിടുന്ന് അവർ എഴുതി തരുന്ന മെഡിസിൻസ് എന്തൊക്കെ ഉണ്ടോ അത് നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കാർഡിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന മെഡിസിൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് കിട്ടണമെങ്കിൽ 7 ദിവസത്തേക്കുള്ളത് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കേസിൽ ഇന്ന് രാവിലെ ഡോക്ടർ നമ്മളോട് പറയുന്നു നിങ്ങൾ നാളെ ഡിസ്ചാർജ് ആകുമെന്ന് പറയുന്നു. വൈകിട്ട് എനിക്ക് ഇൻഷുറൻസ് ശരിയാകുന്നു. അപ്പോൾ രാത്രിക്ക് തന്നെ ഞാൻ ഡോക്ടറുടെ അടുത്ത് ഫോം എല്ലാം വാങ്ങി പൂരിപ്പിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ അഡ്മിറ്റ് ആയിട്ട് കുറച്ച് ദിവസം ആയല്ലോ, ഈ ഓഫീസ് വിത്തിൻ 24 hours നമ്മൾ പോയി, അതായത് നമ്മൾ അഡ്മിറ്റ് ആകുന്ന സമയത്തിൽ നിന്ന് 24 മണിക്കൂറിനുള്ളിൽ നമ്മളിത് അവിടെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ചെയ്യാതെ ഡിലേ വരുന്ന കേസുകളെല്ലാം പിറ്റേ ദിവസം രാവിലെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി നമുക്ക് പിറ്റേ ദിവസം ഡിസ്ചാർജ് ആണല്ലോ. അപ്പോൾ ഡിസ്ചാർജ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി ഇത് പതിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാൻ പോയാൽ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് പോരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് വേറെ അങ്ങനെ ട്രീറ്റ്മെൻറ്റുകളൊന്നും അവിടെ നിന്നില്ല, കുറച്ച് മെഡിസിൻസ് മാത്രമേ ഉള്ളൂ. അതായത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത സ്കാനിങ്ങിനോ എക്സ്റേ അങ്ങനെയുള്ള യാതൊരു സംവിധാനങ്ങൾക്കും നമ്മൾ മുടക്കിയ പൈസയൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളൊരു 24 മണിക്കൂറും കൂടി ഇൻഷുറൻസ് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് പതിപ്പിച്ച് കേസ് ഷീറ്റിലേക്ക് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയാതെ നമുക്കത് ഡിസ്ചാർജ് ആയി പോകാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാഭങ്ങളൊന്നുമില്ല, നഷ്ടങ്ങളേ ഉള്ളൂ. അപ്പോൾ ചേച്ചി അത് ചെയ്യേണ്ട എന്ന് നഴ്സുമാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അത് ചെയ്തില്ല. പക്ഷേ ഇനിയൊരു അവസരത്തിൽ, അതായത് വീണ്ടും നമ്മൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരികയോ ചെയ്താൽ അപ്പോൾ നമ്മൾ ഈ കാർഡുമായിട്ട് ഓടേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ കാർഡിൽ വേറെ ഒരാളും കൂടി ഉണ്ട്. അവർക്കിത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ മൊബൈൽ നമ്പർ ഇതിൽ ഇല്ല, ഒരു ആളുടെ മൊബൈൽ നമ്പർ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് ഇനി അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഞ്ച് ചെയ്ത് മാത്രമേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ. പക്ഷേ കാർഡ് വർക്കൗട്ടാണ്. കാർഡ് 2 പേർക്കും ഉപയോഗിക്കുകയും ചെയ്യാം. ഒരാളുടേത് ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹോസ്പിറ്റലും നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ്, ഏത് ഹോസ്പിറ്റലും ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കിതിനെക്കുറിച്ച് ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഇത് അനുവദിക്കുമെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എല്ലാത്തിലും ഉണ്ട്, പ്രൈവറ്റിൽ എനിക്ക് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാൻ അറിയില്ല. എവിടെയെങ്കിലുമൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാർഡ് ഉപയോഗിക്കാം. രണ്ടാമത്തെ ആൾക്ക് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം, അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ അതായത് ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ അവിടെ ജസ്റ്റ് പോയി ഇനി പഞ്ച് ചെയ്ത് ഈ സംഗതി അതും ആക്റ്റീവാക്കി എടുക്കാൻ പറ്റും.
ഇത്രയേ ഉള്ളൂ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കുന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ. കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യ ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവരുടെ ഈ 24/7 പ്രവർത്തിക്കുന്ന അവരുടെ ഓഫീസിൽ പോയി അതായത് അതിന് മുമ്പുള്ള കാര്യം, നമ്മൾ അഡ്മിറ്റ് ആകുന്നു, നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്, നമ്മുടെ വാർഡിലെ ഡോക്ടറുമായിട്ട് നമ്മൾ സംസാരിച്ച് അവരുടെ അടുത്ത് ഒരു ഫോം പൂരിപ്പിച്ച് മേടിച്ച് ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ കാർഡും നമ്മുടെ കേസ് ഷീറ്റും 3 കാര്യങ്ങളാണ് വേണ്ടത്. കേസ് ഷീറ്റ്, ഡോക്ടറുടെ അടുത്ത് ഫില്ല് ചെയ്ത് വാങ്ങിയ ഫോം, ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ്, കൂടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും കരുതുന്നത് നല്ലതാണ്. ഇത് എപ്പോഴും നമ്മൾ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ അഡ്മിറ്റ് ആകാനോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും കാര്യത്തിന് മുമ്പ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കരുതേണ്ട അത്യാവശ്യമുള്ള സാധനമാണ് റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പി. ഇതിൽ സിമ്പിളാണ്. ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് എക്സ്പ്ലനേഷൻ അധികമായി ബോറടിപ്പിച്ചോ എന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. ഇതിൽ കൂടുതൽ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മനസ്സിലാകാത്തവരും കാണുമല്ലോ. അപ്പം അതുകൊണ്ട് ഇച്ചിരി പറഞ്ഞപ്പോൾ നീട്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പം ബേസിക്കലി ഇത് ചെയ്യാതെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇൻഷുറൻസ് എങ്ങനെ പുതുക്കാമെന്നും നിലവിലുള്ള ആൾ ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുമാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളൊരു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു സമയക്കുറവ് അവർക്കുള്ള ഒരുപാട് ആൾക്കാരല്ലേ വരുന്നത്. നമ്മൾ ഒരാളോ രണ്ടാളോ ഒന്നുമല്ല, ലക്ഷം ആൾക്കാരാണ് അവിടെ വന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം പലർക്കും ഇത് എന്താണെന്ന് പോലും മനസ്സിലാകുകയില്ലായിരിക്കും. പക്ഷേ ഞാൻ ഏകദേശം 2-3 ദിവസം ഇതിൻ്റെ പുറകെ തന്നെ ഓടിയത് കൊണ്ട്, പലയിടത്തും കയറി ഇറങ്ങിയത് കൊണ്ടും പല സമയത്തും ഇത് നടക്കാതെ പോയതുകൊണ്ടും ഒക്കെ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയത്. പിന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 3 മണിക്കൂറിനുള്ളിൽ നമുക്കിത് ആക്റ്റീവായി കിട്ടണം. അപ്പോൾ 3 മണിക്കൂർ, എൻ്റെ കേസിൽ 3 മണിക്കൂർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് പെൻഡിങ് ആണ് കാണിച്ചത്. അതായത് അഡ്മിറ്റ് ആയിരിക്കുന്ന കേസിന് പെൻഡിങ്ങും അല്ലാത്ത കേസിന് അപ്രൂവലും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വീണ്ടും അത് അവരെനിക്ക് ചെക്ക് ചെയ്തെല്ലാം അത് ക്ലിയർ ചെയ്ത് തന്നു. പിറ്റേ ദിവസം ഏകദേശം നമ്മൾ നാളെ ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ എനിക്ക് ഇന്ന് വൈകുന്നേരമാണ് ഇത് ശരിയാകുന്നത്. പക്ഷേ താങ്ക് ഗോഡ് നമുക്കത് ശരിയായി കിട്ടി. ഇനി ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതും നമ്മൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇൻഷുറൻസ് പുതുക്കാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അപ്പോൾ പറയേണ്ട ആ അവിടെയുള്ള 4 ഭിത്തിയിലും ഇത് എങ്ങനെ ഫോളോ അപ്പ് മെത്തേഡ്, ഇതെങ്ങനെ നമുക്കിത് അറിയാൻ പറ്റും എന്നുള്ളത്, ഗൂഗിളിൽ എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവിടെ പ്രിൻ്റ് ഔട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്കതും ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇൻ കേസ് അവിടെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന് പോലും ആവശ്യത്തിന് കവറേജ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം തിരക്കില്ലാത്ത സമയം നോക്കി, അതായത് ഉച്ചയ്ക്ക് ഒരു 4 മണിക്ക് ശേഷം അവിടെ വലിയ തിരക്കൊന്നും കാണില്ല, ആ ഒരു തിരക്കില്ലാത്ത സമയം നോക്കി അവരുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞാൽ അവരത് ചെക്ക് ചെയ്ത് അതുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ അത് മൊബൈലിൽ അവർ നമുക്ക് ഫോട്ടോ എടുത്ത് തരികയും ചെയ്യും. അത് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഇൻഫർമേഷൻ ഇവിടെ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനിത് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായാൽ ഞാൻ ഹാപ്പിയാണ്, ആകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവരും കാണുക. താല്പര്യമുള്ളവർ ആ സംവിധാനങ്ങൾ ഇതുപോലെയൊക്കെയാണെങ്കിൽ ഉപയോഗിക്കുക. വേറെ എന്തെങ്കിലും മെഡിക്കൽ കോളേജിൽ ഞാൻ ഏകദേശം ഒരു 4-5 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞുള്ളൂ എങ്കിലും ഏകദേശം നമ്മൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അവിടുന്ന് പറ്റി. അതുപോലെ തന്നെ ഇനിയൊരു എന്തുകൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജെല്ലാം ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു വീഡിയോ, അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു അനുഭവങ്ങളാണല്ലോ നമ്മൾ ഓരോ സംവിധാനങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നതും, അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷൻ ഇതുപോലെ പുറത്ത് പറയാനും. നമുക്ക് അനുഭവമില്ലാത്ത ഒരു കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം എന്തുകൊണ്ടെന്നുള്ളത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം താങ്ക് യു ഓൾ. അടുത്ത വീഡിയോയിലൂടെ കാണാം.